റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആരുടെയും കമൻറ്റ് കണ്ടില്ല. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിനെ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഷാർജയിലൊരു ബീച്ചിൽ വന്നതാണ് വെറുതെ. അപ്പോഴാണ് ഷാർജയിൽ ബീച്ചിൽ വന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഗോവൻ ബീച്ചിൻ്റെ ഓർമ്മ വന്ന്. അപ്പോൾ വിചാരിച്ച് ഒരു ഗോവൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ, പ്രോൺ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോവാം, ഗോവൻ സ്റ്റൈൽ പ്രോൺ ഫ്രൈ ചെയ്യാം. സിമ്പിളാണ്, എല്ലാവരും കാണാം നമുക്ക്. അപ്പോൾ കൊഞ്ച് ഞാനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് മാരിനേഷന് വേണ്ടി മസാലകളിടാം. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, അപ്പോൾ ഒരുപാട് എരിവ് കാണത്തില്ല, മീഡിയം ആയിരിക്കും. പിന്നെ അതിന് വേണ്ടി ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര് കുറച്ചൊഴിച്ചത് 1 സ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ചേർത്ത് ഒരു 20 മിനിറ്റ് മസാലയെല്ലാം മാരിനേറ്റ് ചെയ്ത് ഇത് വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് റവയിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ, അതായത് കൊഞ്ച് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് റവയിൽ മുക്കി ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. അത് എണ്ണ നമുക്ക് ഒഴിക്കാം, ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം, ഓരോരോ ചെമ്മീൻ വറുത്തെടുക്കാം. അപ്പോൾ റവ ഞാൻ എടുത്ത് വെച്ചു. ഇനി റവയിലേക്ക് ഓരോരോ കൊഞ്ചായി നമുക്ക് മുക്കി വറക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഡ്രൈ റവയാണ്, ഒന്നും ചേർക്കണ്ട. റവയിൽ വെച്ച് ഓരോന്നോരായി നമുക്ക് വറുത്തെടുക്കാം. അത് മറ്റേ ഒരു വശം വെന്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് വേവിക്കണം, എല്ലാം ഒന്ന് തിരിച്ചിടണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ട്രിപ്പും കൂടി ഉണ്ട്, ഇതും കൂടെ വറുത്തെടുക്കാം എല്ലാം. അപ്പം നമ്മുടെ കൊഞ്ച് ആയിട്ടുണ്ട്, എല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കൊഞ്ച് ചെമ്മീൻ ഞാനെല്ലാം വറുത്ത് റവയിൽ മുക്കി വറുത്തെടുത്തു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഗോവൻ സ്റ്റൈൽ ചെമ്മീൻ വറുത്തത്. ഹായ്, അപ്പോൾ എല്ലാവരും കണ്ടല്ലോ പ്രോൺ ഫ്രൈ ഗോവൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സിമ്പിളാണ്, ഒന്നുമില്ല, ജസ്റ്റ് റവയിൽ ഫ്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് എനിക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും.